ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക ജനറൽ ബോഡി ഫെബ്രുവരി 16-ന് ഹോട്ടൽ വുഡീസിൽ MT വാസുദേവൻ നായർ നഗറിൽ നടക്കും. സമ്മേളനവും ആദര സമർപ്പണവും മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വ്യാജ വൈദ്യത്തിനെതിരെ നമ്മൾ വളരെ വർഷകാലം വ്യാജ വൈദ്യം വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാലത്ത് പരമ്പരാഗത ചികിത്സ എന്നുള്ള വാക്ക് തന്നെ പരമ്പരാഗതമായി കൈമാറിയുന്ന ചികിത്സാ സമ്പ്രദായമായിരുന്നു ആയുർവേദം. പക്ഷെ 100-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദ കോളേജിൽ നിലവിൽ വരികയും കോട്ടക്കലടക്കമുള്ള കോളേജിൽ നിലവിൽ വരികയും ഈ ആയുർവേദ വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസ ചട്ടക്കൂടിലും സിലബസുകളുടെയും സർക്കാരിന്റെ നിയന്ത്രണത്തിലും കൃത്യമായി നടന്നുകൊണ്ട് വരികയാണ് ഇപ്പോൾ. പക്ഷെ പല കാലങ്ങളിലും ഈ വ്യാജ ചികിത്സ, അതായത് പാരമ്പര്യ വൈദ്യം എന്ന പേരിൽ വളരെയധികം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് പണനഷ്ടവും ശാരീരിക ബുദ്ധിമുട്ടുകളും വഞ്ചനയാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം എക്കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ 18ാം സംസ്ഥാന വാർഷിക ജനറൽ ബോഡി ഫെബ്രുവരി 16-ന് കോഴിക്കോട് വുഡീസ് ഹോട്ടലിൽ വെച്ച് നടക്കും. സുരക്ഷിതം ആയുർവേദം എന്ന ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സാമൂഹ്യ ആരോഗ്യ മേഖലയിൽ ആയുർവേദ ആഹാരം, ആയുർവേദ ഔഷധ സസ്യങ്ങൾ, രോഗപ്രതിരോധ മാർഗങ്ങൾ എന്നിവയിലൂന്നിയ പദ്ധതികളും സമ്മേളനം ചർച്ച ചെയ്യും. കേരളത്തിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രികൾക്കായുള്ള ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതി രൂപരേഖ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ മിത്രം പദ്ധതിയിൽ വളണ്ടിയർമാരായി പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെ ചടങ്ങിൽ ഡോക്ടർ PM വാര്യർ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ സനൽ കുറിഞ്ഞിക്കാട്ടിൽ, സെക്രട്ടറി ഡോക്ടർ രമ ബേബി കൃഷ്ണൻ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PC മനോജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേനൽ ചൂടിൽ കണ്ണിനും മനസ്സിനും ആശ്വാസം പകർന്ന് കോഴിക്കോട് നഗരത്തിൽ ഫ്ലവർ ഷോ. കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചർ